ആഹാ, നാടകത്തിന് കൊട്ടാരൻ സെറ്റിട്ട പോലെയുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? ഹൈ, വീട്ടിൽ കയറുമെന്ന് അതിഥിയോടൊന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? നിങ്ങൾ കാര്യം പറയണം. ഞാൻ ഇരുന്നോണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാഡം ഇങ്ങനെ നിന്നോണ്ട് കേൾക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാനിവിടെ നിൽക്കാം. കാര്യം പറ. പക്ഷെ എനിക്ക് ഇരുന്നാലേ കാര്യം പറയാൻ പറ്റൂ. മിനിറ്റുകൾക്ക് ഒരുപാട് വിലയുള്ള ആളല്ലേ, ഒന്ന് ഇരിക്കാൻ പറയുന്നേ. Can I? ഈ ഇരിപ്പൊരു സുഖം. ഇപ്പൊ ഓക്കെ. പറ, എന്താ മാറ്റർ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. ഒരു ചായ പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി പറയടോ, പറയാൻ. ചൂടാവല്ലേ, ആ ചായ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ, പറയാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഹായ് ഗ്രാൻഡ്മ, സോ സ്വീറ്റ്. ഈ മാഡം ചൂടാവുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്തുള്ള സൗന്ദര്യം മുഴുവൻ കളയും. ബട്ട് ഗ്രാൻഡ്മ ഈസ് ഗ്രാൻഡ്. ദേഷ്യം വരുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്ത് തക്കാളിപ്പഴം പോലെ. എന്താ ഭംഗി! ഈശ്വര, ഒഴിഞ്ഞിടണം കണ്ണ് കിട്ടാതെ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, സൂപ്പർമാൻ. പാന്റ് ഇട്ട് അതിന്റെ മേളിൽ ജെട്ടിയിട്ട്. ഇതെന്താ സൂപ്പർ ഗേളാ? ഓ, അവനും ഇണങ്ങിയ വേഷിട്ടാ പോരെ. കണ്ണാടി ഒന്നും നോക്കാറില്ലേ? അയ്യോ സോറി, പരിചയക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് സംസാരിച്ചങ്ങട് കുറച്ചു നേരം. ആർഭാട വേഷങ്ങൾക്കിടയിൽ ഒരു മലയാള തനിമ. എന്താ അമ്മയുടെ പേര്? ഭവാനി. ഭവാനി അമ്മ, നല്ല പേര്. താൻ ചായ കുടിച്ചിട്ട് കാര്യം പറ. ചായക്ക് നല്ല ചൂട്, ഒന്ന് ആറിക്കോട്ടെ. കാര്യം പറയുന്നോ ഇല്ലയോ? ഊവ്, നല്ല ചായ. ആരതുണ്ടാക്കിയത്? ഞാനാ. ആണോ? ഇങ്ങനെ എന്നും ഉണ്ടാക്കോ? ഭവാനി, അകത്ത് പോ. അയ്യോ മാഡം പോവല്ലേ. മാഡത്തിന്റെ ലൈഫിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെന്റെ ചായയാണ്, ഗ്രാൻഡ്മ എടുത്ത് കുടിക്കല്ലേ കേട്ടോ. ആഹാ, ഹേയ് മാഡം ഇരിക്കേ, എനിക്ക് ഇരുന്നാലേ പറയാൻ പറ്റൂ. പറ, എന്താ എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം? ഒന്നുമില്ല മാഡം. ഈ ക്ഷമ എന്ന വാക്ക് മലയാളം നിഘണ്ടുവിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതിന് പേഷ്യൻസ് എന്ന് പറയും. അതില്ലെങ്കിൽ ഇതുപോലെ പേഷ്യൻ്റ് ആവും, മെന്റൽ പേഷ്യൻ്റ് ആവും. അതുകൊണ്ട് എന്തിനും ഏതിനും ഒരല്പം ക്ഷമ. മാഡത്തിന് അത് സാധിക്കും. അതൊന്ന് പറയാനും പരീക്ഷിക്കാനുമാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാനങ്ങട് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. നീ അവളെ ക്ഷമ പഠിപ്പിച്ചെന്നോ? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എടോ, എന്റെ മോൾ ഒരു പഞ്ചപ്പാവ. ഭക്ഷണം കഴിക്കുമ്പോ കോമഡി പറയില്ല അങ്കിൾ. ഞാൻ പറഞ്ഞതിൽ എന്താ കോമഡി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിളുടെ മോൾ ഒരു മനുഷ്യക്കുട്ടിയല്ല, അവൾ ഒരു ഈറ്റ പെൺപുലിയാ. പറഞ്ഞത് കേട്ടില്ലേ സാറേ? സാറിന്റെ മോളൊരു ഈറ്റ പെൺപുലിയാണെന്ന്. ഇവനെയാണ് സാറിന്റെ ഭാവി മരുവനായിട്ട് കണ്ടുവച്ചത്. കഷ്ടം. ശങ്കരനുണ്ണി, ഞാൻ സാറിന്റെ ആളാ. സാറിന് ദോഷം വരുന്ന ഒരു കാര്യത്തിനെ കൂട്ടിക്കില്ല. സാറ് ഇത് ചാറ് വെച്ച് ചോറിന് സാറേ. പാചകക്കാരോ ഉപദേശക്കാരനാവും നിൽക്കണ്ട. അങ്കിളെ, ഇവന്റെ ജോലി ഞാൻ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തിയാൽ മതി കേട്ടോ. അതിന് ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞല്ലോ. അല്ലല്ല, ബാങ്കിലെ ജോലി. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ഇല്ലാത്തത് കൊണ്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വൈകിട്ടത്തെ പൊറോട്ടക്കുള്ള മാവ് എടുക്കട്ടെ? ആയിക്കോട്ടെ. ചെല്ലല്ലോ, വേഗം ചെന്നുണ്ടാക്കും. എനിക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ, എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ. എന്താ അങ്കിളത്? ആദ്യം നമുക്ക് അവളിൽ കുടിയേറിയിരിക്കുന്ന അഹങ്കാരത്തെ കുടിയൊഴിപ്പിക്കണം. എല്ലാം നമുക്ക് ശരിയാക്കാം അങ്കിൾ. ഹലോ,
എന്താ ഇത്? എന്നോടുള്ള ദേഷ്യം ഈ പാവത്തിനോട് കാണിക്കുന്നേ? ഭവാനി മാത്തു പോ. ആരോട് ചോദിച്ചിട്ടാ താൻ ഇതിനകത്ത് കയറിയത്? ചോദിക്കാൻ പറ്റിയ അധികാരികളാരും പുറത്ത് കണ്ടില്ല. ഹായ് ഗ്രാൻഡ്മ, ഞാൻ നോക്കിയപ്പോഴാ കണ്ടത്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. തനിക്ക് എന്താ ഇവിടെ കാര്യം? ഒരു ബില്ലുണ്ടേ, ഒന്ന് പാസ്സാക്കാൻ വന്നതാ. എന്ത് ബില്ല്? ദാ, ഈ നിൽക്കുന്ന പുന്നാര മോളുടെ ആങ്കാരത്തിന്റെ ബില്ല ഒരു 50,000 ഒന്ന് പാസ്സാക്കി തന്ന ഞാൻ അങ്ങോട്ട് പൊക്കോളാം. മനസ്സിലായില്ല. ഇവനെന്ന് തലയ്ക്ക് നല്ല സുഖമില്ലേ? ആ, ഒന്ന് പുറത്തേക്ക് വന്ന് ആരുടെ തലയ്ക്കാണ് അസുഖം എന്ന് ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ഒന്ന് വരൂ, ഒന്ന് ഓടിച്ചാടി വരൂ പ്ലീസ്. കണ്ടോ, അമിതാഭ് ബച്ചന്റെ പ്രായവും തലയെടുപ്പുള്ള എന്റെ ജീപ്പിന്റെ മോന്താണ്ടില്ലേ? ഇപ്പൊ വടിവേലിന്റെ ഷേപ്പായി. അഹങ്കാരം തലേ കയറി മത്ത് പിടിച്ചിട്ട് മോള് കാട്ടിക്കുട്ടിയതെല്ലാം. പയ്യൻസ്, ഈ പഴഞ്ചൻ വണ്ടിക്ക് എത്ര രൂപ കാണും? അത് കൊടുത്ത് ഈ വണ്ടി അങ്ങ് വാങ്ങി കത്തിച്ച് കളഞ്ഞേക്ക് മല്ലികേ. അയ്യോ, പഴയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയാന്ന് പറഞ്ഞ ഗ്രാൻഡ്മ പഴയൊരു അല്ലെ, ഗോൾഡ് ഈസ് ഓൾഡ് അല്ലേ? അല്ല, നമ്മുടെ കാശിന്റെ കാര്യം തീരുമാനിച്ച എനിക്ക് അങ്ങോട്ട്. മമ്മി, ഇവന് 10 പൈസ കൊടുക്കരുത്. ഇവൻ കാരണം ഞാനിതൊക്കെ ചെയ്തേ. ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട്. ആഹാ, എന്നാ വെറുതെ നിന്ന് വാച കടിച്ച് സമയം കളയാതെ തന്റെ ഈ പാട്ട വണ്ടി എടുത്ത് സ്ഥലം വിട്ടേ. ഗ്രാൻഡ്മ, പാട്ട വണ്ടിയോ? ഇതെനിക്ക് ബെൻസ് ആണ്, ബെൻസ്. ബുക്കും പേപ്പർ ഇൻഷുറൻസ് ഇല്ലെന്നുള്ളൂ, സ്റ്റിയറിംഗും ടയറൊക്കെ ഉണ്ട്. അതെ, ഒന്നും എന്റെ വണ്ടി നന്നാക്കി തരാ, അല്ലെങ്കിൽ എന്റെ കാശ് തരാ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. ഒരു സ്ത്രീയാണെന്നറിയാം. ഞാനൊന്ന് വിളിച്ച DGP വരെ ഇവിടെ എത്തും. ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പ്ലീസ് മാഡം, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത കാശ് തന്നുവിട് പ്ലീസ്. ഞാൻ തനിക്കൊരു ചില്ലി കാശ് തരില്ല. അപ്പൊ കാശ് തരില്ല? ഇല്ല. ഓക്കെ, അപ്പൊ തീരുമാനമായി. കാശ് കിട്ടും എന്നുള്ള എന്റെ ടെൻഷൻ മാറി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഗ്രാൻഡ്മ ഒന്നും ഇങ്ങോട്ട് മാറും. പാവം പേടിച്ചു പോവുക. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ? എനിക്ക് വേണ്ട. അടുത്തേക്കോ? എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ മറ്റേ വലിയ കൊടീശ്വരൻ MBBS. അവൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് ബോധ്യമായല്ലോ. വിത്തിൻ സെക്കൻഡ്സ് അവനെ പോലീസ് പൊക്കും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് DGPയോട്. പോലീസിനെ കൊണ്ട് പൊക്കിച്ചിട്ട് എന്താ കാര്യം? അവൻ ഊരും. അവന് ജാമ്യം എടുക്കാൻ വേറെ വക്കീലിനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ തന്നെ വക്കീലല്ലേ, LBW. അവൻ ഒരു എല്ല് കൂടുതലാ. അവന്റെ എല്ലൂര് വെല്ലൂര് പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും. ഇവിടത്തെ കാര്യത്തിൽ ഇടപെടാൻ അവനാരാ? ആരായാലും നമുക്കെന്താ?